അതിനെന്താ ഇവിടുത്തെ തെരുവിളി എല്ലാം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. സോ ഇഫ് വി നീഡ് ദം വി ക്യാൻ കോൾ ദം ആൻഡ് വി ക്യാൻ ഹാവ് ഫൺ വിത്ത് ദം. അതായത് ജസ്റ്റ് 1 അല്ല 2 അല്ല 100 അല്ല 1000 ആണോ എന്ന് എനിക്കറിയാൻ വയ്യ ഗായ്സ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കുഞ്ഞ ഇല്ലടേ എറിയാറല്ലോടാടാ ഗായ്സ്. നമ്മൾ എന്താണ് വോക്ക് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കടപ്പുറമാണ്. കടപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി കാഴ്ചയുണ്ട് ഗൈസ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കടപ്പുറത്ത് നൈസിന് പിള്ളേർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്കത് കാണാം. എന്താണ് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കടപ്പുറത്ത് ചാള, മത്തി, അയില, കൊഴുവ് ചാളയൊക്കെ അല്ലേ വിൽക്കാനുള്ളത് ഗൈസ്. ഇവിടെയാണെങ്കിൽ മീനിന് പകരം മനുഷ്യരാണ് വിൽക്കാനുള്ളത്. സോ അതെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെ ഇഷ്ടമുള്ളത് ഫ്രഷോ അല്ലെങ്കിൽ എന്താണോ, മത്തി വേണമെങ്കിൽ മത്തി, അയില വേണ്ടവർക്ക് അയില, ചാള വേണ്ടവർക്ക് ചാള, കൊഴുവേള വേണ്ടവർക്ക് കൊഴുവേള, പിന്നെ പോരാത്തതിന് വലിയ വലിയ കൂടിയ മീനുകൾ വേണമെങ്കിൽ അകത്തോട്ട്. സോ അങ്ങനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് അങ്ങനത്തുള്ള രീതിയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട് ഗായ്സ്. എന്നെ ഒരാൾ അടിച്ച് കേട്ടാ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഒരു പെൺകൊച്ചു എൻ്റെ കൂടെ നിതീഷ് വീഡിയോ എടുക്കുന്നത് പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. ഞാൻ അങ്ങനെ അവനെ കണ്ടുമുട്ടുവാണ് വീണ്ടും തിരിച്ച്. ഓക്കെ, ഞങ്ങളുടെ പട്ടായ യാത്ര തുടരുന്നു. ഓക്കെ, so long you are seeing this sea. ഒറിജിനലാണോ മാൻ? ഇല്ല, അപ്പുറത്ത് നിന്നൊരാൾ വീഡിയോ എടുക്കുന്നു ഏട്ടാ, വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചാ വരുന്നതെന്ന്. പല ബ്രീഡുണ്ട് ഗൈസ്, എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. മോനെ ആ മണം, ഇത് പൂത്തൻ്റെ മണമാണെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പൂത്തിരിക്കുക. ഇതൊരു മണമാണ് ഗൈസ്. നമ്മളിവിടുത്തെ ഏതോ ഒരു പ്രൈവറ്റ് പബ്ലിക് ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിവിടുന്ന് ബസ്സിലാണ് പട്ടായി പോകുന്നത്. ഓക്കെ, നമ്മുടെ ടിക്കറ്റ് കാണിച്ചു തരാം ഗൈസ്. ദിസ് ഈസ് അവർ ടിക്കറ്റ്. ഏകദേശം 130 ബാത്തങ്ങാണ്ടായിട്ടുണ്ട്. നമുക്ക് സീറ്റ് നമ്പർ 24 ആണ്. 2 ടിക്കറ്റ് ഉണ്ട്. ഒന്ന് അവർക്ക് കൊടുക്കുകയും വേണം, ഒന്ന് നമ്മൾ എടുക്കുകയും വേണം. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ ബസ് പ്രൈവറ്റ് ആണ് പബ്ലിക്കാണ്? ഇത് പബ്ലിക്കാണോ? പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ വില കുറവായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മൊത്തം 4 പേരാണുള്ളത്. 1, 2, 3. അതുപോലെ എനിക്ക് പനിയായി ഗൈസ്. എൻ്റെ തൊണ്ടയൊക്കെ പോയി. അയ്യോ, പട്ടായി പോകുമ്പോഴത്തേക്ക് ഫുൾ ടയർഡായിട്ടാണ് പോകുന്നത്. ഞാൻ ഒരു പാരസിറ്റമോൾ കഴിച്ചിട്ടുണ്ട്. അയ്യോ, പനിയായി. നിതീഷിന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എനിക്ക് പനിയായി ഗൈസ്. നമ്മുടെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. നമ്മൾ പട്ടായിലെത്തും ഗൈസ്. വണ്ടിയിൽ വ്യൂ കണ്ടില്ലേ? നമ്മൾ സൂപ്പർ വോൾവോ ബസ്സിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ 4 പേരാണ്. 1, 2, 3, 4. ഹലോ, ഹായ് ഗൈസ്. നമ്മൾ ബാങ്കോക്കിൽ നിന്നും പട്ടായയിലോട്ട് ഉള്ള ബസ് യാത്രയിൽ ഇരുവശങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പാടങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വയലൊക്കെ കണ്ടു. പക്ഷേ അത് സാധാ വയലല്ല, കഞ്ചാവിൻ്റെ വയലായിരുന്നു ഇരുവശങ്ങളിലും. നല്ല നോക്കത്ത ദൂരത്ത് അങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു പച്ച പരവതാനി വിധിച്ചുകൊണ്ട് കഞ്ചാവിൻ്റെ പാടങ്ങൾ. ഈ സൈഡിലും ഇവിടെ ഉണ്ടായിരുന്നു ഗായ്സ്. നമ്മൾ പട്ടായ എത്തിയിരിക്കുവാണ്. ഇവർ പറയുന്നത് ഇതാണ് പട്ടായ എന്നാണ്. നമുക്ക് അറിഞ്ഞുകൂടാ. പട്ടായ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഹോട്ടലിലോട്ട് പോകും. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗായ്സ്. നമ്മുടെ കാറ് കണ്ടില്ലേ ഗായ്സ്? നമ്മൾ വിളിച്ചിരിക്കുന്ന വണ്ടി ഇതും കൂടെ ഉണ്ട്. ഓക്കെ, യെസ് ഗായ്സ്. ലക്ഷറി വണ്ടിയാണ്, ഒന്നും നോക്കിയില്ല. കാശ് വാരി എറിഞ്ഞിരിക്കുകയാണ് നമ്മൾ. തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഏതാണ്ട് ഗായ്സ്. വളരെ പോഷ് വണ്ടിയിലാണ് നമ്മൾ വന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. കൊള്ളല്ലേ?
ഗൈസ് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. എ സി ഒക്കെ ഇട്ട് മുമ്പേ തണുപ്പിച്ച് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ, നമ്മുടെ കിച്ചൺ, ലിവിങ് ഏരിയ, കിച്ചൺ, ബാൽക്കണി എല്ലാം ഒരുമിച്ച്, ഹാള്, TV എല്ലാം ഉണ്ട്. ഗൈസ് നമ്മളിവിടെ വന്നിട്ട് മലയാളി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സോ ഒരു മലയാളി റെസ്റ്റോറൻ്റാണ് വന്നിരിക്കുന്നത്. പട്ടായയിലാണ് ഇതുകൊണ്ട് കണ്ടില്ലേ, മലയാളത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മലബാർ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ നമ്മളിവിടെ വന്ന എനിക്ക് ഫുഡില്ല. നമ്മളെല്ലാം മലയാളി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നീ ഇവിടെ വെറുതെ ഇരിക്കണം ഫുഡ് കഴിക്കാതെ. ഗൈസ് നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. പൊറോട്ട, ബീഫും, കണവ റോസ്റ്റ്, ചോറുണ്ട്. ഓക്കെ നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ നാടൻ ഫുഡ് കഴിക്കുന്നത്. ഫുള്ള് KFC അതും ഇതുമൊക്കെ ആയിരുന്നു. നമ്മുടെ ഫുഡ് ബീഫ് കൊള്ളാം. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻ്റാണ്, നാട്ടിൽ വെച്ചാണ്. കണവ വെച്ച് നോക്കണം കഴിച്ചു. കഴിക്കുന്നിടത്ത് കണവ കൊള്ളാം. ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ട് കണവയ്ക്ക്. ബീഫ് കൊള്ളാം. ചോറും സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, ബീഫും. I work in Allianz Ayutthaya. You know Ayutthaya Insurance? Yeah, Ayutthaya. Not Ayutthaya. I mean Allianz Ayutthaya Insurance Company. I work in. ഗൈസ് വൺ എക്സ്ക്ലൂസീവ് ന്യൂസ്. നമ്മുടെ ഷെഫ് എന്ന് പറയുന്നത് കോട്ടയത്തു നിന്നുള്ള മാത്യു ആണ്. ഓക്കെ ചുമ്മാതല്ല, തേങ്ങ കൊത്തിട്ട ബീഫ് നമുക്ക് കിട്ടിയില്ലേ ഗൈസ്? തേങ്ങ കൊത്തിട്ട ബീഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ന്യൂസും കഴിച്ചു. ഷെഫ് വരും കാണാന്നാണ് പറഞ്ഞത്. ഓക്കെ കോട്ടയത്തുള്ള മാത്യു ചേട്ടൻ. വടപ്പാവ് ഇത് ഡൽഹിയിലാടാണ്ട ഗൈസ്. ദാസന്റെയും വിജയന് ഗൈസ് ഇത് നോക്കി, ഇതൊക്കെ കാണുമ്പോഴാണ് പൊളി. പൂത്ത അലഞ്ഞ് നിൽക്കുന്നത് ഒറിജിനലാണല്ലോ. അത് ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണ് എനിക്കറിയാൻ വയ്യ. ഗൈസ് നമുക്ക് പോയി നോക്കാം. കമ്മിങ്? നോ ഷീസ് നോട്ട് കമ്മിങ് വിത്ത് us. ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി. ഒറിജിനൽ ഒറിജിനലാണോ മാൻ? ഇല്ല അപ്പുറത്ത് നിന്ന് ഒരാൾ വീഡിയോ എടുക്കുന്നത് ഏട്ടാ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാ വരുന്നതെന്ന്. പല ബ്രീഡുണ്ട് ഗൈസ്, എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. മോനെ ആ മണം, ഇത് പൂത്തന്നെ മണമാണെന്ന് അറിയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പൂത്തിരിക്കുക. ഇതൊരു മണമാണ്. അതാണ്ടെ മോനെ വില ഉണ്ടോ? ഇത് 1 ഗ്രാമിനല്ലേ ഈ വില എഴുതിയേക്കുന്നത്? 1 ഗ്രാമിന് 700, 300 ഓരോരോ സംഭവങ്ങളാണ് ഇതേട്ടോ. അതിലെല്ലാത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 500, 600 പാട്ട് കാര്യങ്ങൾ. ഫ്ലവറാണ്, എല്ലാം ഫ്ലവറാണ്. ജസ്റ്റ് നോ ലീഫ്, ഇലയില്ല, പക്ക ബഡാണ്. ഇവിടെ ഇരിപ്പുണ്ട് സാധനങ്ങൾ. ഷോ തൂക്കണ ഗ്രാം ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 100 ബാൻ. ഓക്കെ ഇവിടെ വില കുറവായി. പക്ഷേ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ബ്രോഡ്വേ ഫുഡ് ഇതിലാണ് നിൽക്കണത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ടാസ്ക് പരിപാടി. കണ്ടില്ലേ വണ്ടികളൊക്കെ ഇപ്പം നേരത്തെ ഇപ്പോൾ സിഗ്നലാണ്. വണ്ടികളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഓക്കെ വണ്ടികൾ തന്നെ വി ആർ ദെയർ. നമ്മൾ ഇങ്ങനത്തുള്ള വണ്ടിയിലാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ബാങ്കോക്കിൽ മൊത്തം മറ്റേ ടിക് ടിക് ആ സംഭവങ്ങളായിരുന്നു. ഇവിടുത്തെ അതായത് പട്ടായയിൽ വണ്ടി ട്രാൻസ്പോർട്ടേഷൻ മെയിൻ സംഭവം ഇതാണ്. കണ്ടില്ലേ
ഷെയ്ഡായിട്ടുള്ള ടാക്സി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള രീതിയിൽ. ഓക്കെ, നമ്മളതിൽ കയറി. നമുക്ക് ഇവിടെ ഓൾറെഡി കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മളിവിടെ കയറി, ഇവരിതാ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഏകദേശം ഒരാൾക്ക് ഒരു 30 രൂപയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അല്ലേ? അതുകൊണ്ട് നിറഞ്ഞ ആൾക്കാരിരിക്കുന്നുണ്ട്. ഇത്രയും പേരുണ്ട്. ഏകദേശം 2, 4, 6, 8, 10, 12 പേരോളം ഗൈസുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. നല്ല രസമുണ്ട്. നൈസ് വ്യൂ ഗൈസ്. ഓടണ വണ്ടിയിൽ ഇതാ നല്ല രസമുണ്ടടാ ഗൈസ്. നോക്കൂ, പോണ്ടി ബാക്കിലോട്ട് പോകും. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തലയൊക്കെ കറങ്ങും. പിന്നെ ഇവിടെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കണ്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ, എൻ്റെ കണക്ക് നിൽക്കാനായിട്ട് ഇവിടെ വേറെ ചേട്ടനുണ്ട് കണ്ടല്ലേ, ഇത്രയും പേരുണ്ട്. പിടിച്ച് തന്നെ തിരിച്ച് വരണം. കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഗുഡ് ഗൈസ്. നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഈ വണ്ടിയിൽ നിന്ന്. കണ്ടില്ലേ, ഇതായിരുന്നു നമ്മുടെ വണ്ടി. ഓക്കെ, പിന്നെ അതൊരു ബെല്ലടിച്ചാൽ ചെറിയ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ പട്ടായയിൽ വന്ന് മഴ നനയാണ്. നമ്മൾ വരുന്ന ദിവസമൊക്കെ സൂപ്പറാണ് എല്ലായിടവും. അവിടെ മലയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നീയാണ് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ്. ഓക്കെ, ഷീനോസ് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നീ നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബീച്ചിലാണ്. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടേക്കാണ് ബീച്ച്. ഈ നമ്മുടെ നൈസ് കടൽ ഇച്ചിരി പ്രക്ഷുബ്ധം. കടൽ കണ്ട സന്തോഷം നോക്കിയേ. So long you are seeing this sea. കടൽ കണ്ടിട്ടൊരാടെ സന്തോഷം കണ്ട. ഇത് ഞങ്ങളുടെ ഗൈഡ് സന്തോഷിച്ചുകൂടാ, ഞങ്ങളല്ലേ സന്തോഷിക്കട്ടെ. You are our guide. You should guide us. You don't സന്തോഷിക്കൽ. നിതീഷിന് ആ കൊച്ചു ഫാമിലിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പോയി വളയ്ക്കാൻ. ആൾക്കാർ കുറവാട്ടോ, ബട്ട് നല്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 പേരുണ്ടല്ലേ? ആര് പറഞ്ഞു? ഓ ഗൈസ്, ഇവിടെ നമ്മളൊരു ബീച്ചിൽ വന്നിട്ട് ഒരു ഇന്ത്യൻ ഫാമിലി അല്ല, ഇന്ത്യൻ പിള്ളേരെ കണ്ടത് ചെറുതാ ഓടിപ്പോണ്. ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡിന്റെ ഫോട്ടോഷൂട്ടാണ് ഗൈസ് നടക്കുന്നത്. നമ്മളെക്കാട്ടി എക്സൈറ്റഡ് ആണ് ആള് കടൽ കണ്ടപ്പം കേട്ടാ ഗൈസ്. ഐഡിയ എൻ്റെ ആയിപ്പോയി എങ്കിലും ഞാൻ പോയി ചോദിക്കാം. ചോദിക്കട്ടോ? എനിക്കൊരു പേര്. Excuse me, can you take a picture of us? Thank you. Okay, this video also. Okay. And phone. No, phone code. How to click that? This is already in record. Oh, okay. So Okay. Oh, okay. This, It's a video. we need 2 people. Okay. She take the video and she will take the photos. Oh, okay. Oh, okay. Nó mình lên nè. Nó không biết nào. Lâu nè đi. Một xíu nhiều. Không đau áo đẹp. Lâu rồi. വണ്ടിക്ക് ഈ ഇത് കണ്ടോ, ഇവിടെ എല്ലാം തെർമോക്കോൾ ഉണ്ട്. സോ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഇറങ്ങാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മളെ പൊളിക്കാൻ നമ്മൾ വെള്ളത്തിറങ്ങാൻ പോവാം. നമ്മുടെ സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നീയുടെ കയ്യിൽ. ഓക്കെ, നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. എൻ്റെ ബാഗ് കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഈ ഇറങ്ങി. അതെ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഒരു വൈബ് ഉണ്ടാക്കി ഇവിടെ നിൽക്കാം. We are going to create a vibe. Yo! ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നൈറ്റ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ തന്നെ മേടിച്ച ആൾക്കാർ കഴിക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന നോക്കി, ഇതാണ്ട് കൊഞ്ച് പുഴുങ്ങിയത്. ഓക്കെ, പിന്നെ ഇത് എന്തിനാണ്? ഇത് നമ്മുടെ എന്താണ്
ഓയിസ്റ്റർ അല്ലേടാ ഈ ഇത് മറ്റേ മുരിങ്ങ ഗൈസ്, മുരിങ്ങ. അതുപോലെ തന്നെ കൊഞ്ചുണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്. സോ കൊഞ്ചതാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതേതാ മീറ്റാണ് കേട്ടോ. ഓക്കെ, അത് കുക്ക് ചെയ്യുന്ന ഷെഫാണത്. ഓക്കെ, അതുപോലെ തന്നെ വെജായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഫ്രഞ്ച് ഫ്രൈ ഉണ്ട്. വേറെ എന്തോ നമ്മൾ അന്ന് നേരത്തെ കഴിച്ച ചിക്കൻ്റെ ആണിത്. അതുപോലെ തന്നെ ഇതും ചെസ് ബോൾ. ഓക്കെ, ചിക്കൻ ചീസ്. ഓക്കെ ചീസ് ബോൾ. ചീസാണ്. ഇത് ചിക്കനാണ്, ഇത് ചീസാണ്. ഇത് ചിക്കനും ചീസും കൂടെ ഉള്ളതാണ്. സ്പാനിഷ് ചീസ്. സ്പാനിഷ് ചീസാണിത്. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ഇത് ചോക്ലേറ്റ്. ഓക്കെ ഇതാ സുന്ദരിയായ ഒരു പെൺകുട്ടി ചോക്ലേറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗൈസ്. ഓക്കെ, ഇവിടെ മൊത്തം മധുരമുള്ളതാണ് കണ്ടില്ലേ. സോ അതിനുശേഷം നാണ്ട ഏരിയ ഉള്ളത് പട്ടായലുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ആ വിഷമമുണ്ടെങ്കിലും ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ. നല്ല റിയൽ തായ് മസാജ് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ഓക്കെ, നമ്മളൊരു റിയൽ മസാജ് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു അല്ലേ നിതീഷ്? ദേഹമേന എടുക്കുമെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. കാര്യം ഇനി നമുക്കിത് കഴിഞ്ഞ ശേഷം നേരെ വർക്കിന് പോകേണ്ടതൊക്കെ ആയതുകൊണ്ട് നമ്മളത് അങ്ങനെ അങ്ങോട്ട് മുതിരുന്നില്ല. പക്ഷെ നല്ല മഴയുണ്ട് കഴിച്ചു ഇവിടെ. നമ്മൾ മഴ നനഞ്ഞാണ് പോകുന്നത്. ടൂറിസ്റ്റ് നെവർ മൈൻഡ് റെയിൻ അല്ലേ നിതീഷ്? വി ആർ ടൂറിസ്റ്റ് ഫ്രം കേരള. ഇല്ല, ഗെയിം മറ്റേ ഗൈസ്, ഈ ബോളറിന് ആ ഗേൾസിന് നമ്മൾ തറയിലിടണം. അതാണ് ഈ ഗെയിം. ഓക്കെ, പൊളിയാണ് ഗൈസ്. ഓക്കെ, ആ കരിക്കുണ്ട്. വലിയ കരിക്കാണല്ലോ ഇവിടെ ഉള്ളത്. നമ്മുടെ നീ തായ് ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കും. നീ നമ്മൾ തായ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ ഉണ്ടല്ലോ. ഇത് അങ്ങാടക്കും അല്ലേ, പരന്ന് നടക്കും. 2-3 കിലോമീറ്റർ ഉണ്ടോ? ഇത് ഒത്തിരി കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നല്ലോ. ഇങ്ങനെ അളന്നിട്ടുണ്ട് കേട്ടോ അന്ന്. കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കളിക്കുന്നില്ലേ? കൊള്ളാം. മോനെ കഞ്ചാവിന്റെ മണം ഇവിടെ മൊത്തം. കഞ്ചാവിന്റെ മണം ഗൈസ്. ഈ സ്ട്രീറ്റിൽ കൂടെ ഫുള്ള് നമ്മൾ നടക്കാൻ പോവുകയാണ്. നൈസ് വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരിടത്തു നിന്ന് നമ്മുടെ പിള്ളേരെ നമ്മളെ വീഡിയോ എടുത്തുകൂടാന്ന്. മയില് ക്യാമറ അടിച്ചു പോയില്ലോടാ. അവർ ലേസർ അടിച്ച്, മനസ്സിലായോ? വീഡിയോ എടുക്കാതിരിക്കാൻ. മോനെ അങ്ങേരി എവിടെ പോയി?
അങ്ങേര് പെണ്ണുമ്പിള്ളായിട്ടോ വീഡിയോ എടുത്ത് നടക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ വന്നിട്ടുണ്ട്. വേണ്ടല്ലോ, പോയിട്ട് വരാം. മനസ്സിലായി പുള്ളിക്ക്. റഷ്യ, നീ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ റഷ്യ എന്ന് കേട്ട് അവനെന്തോ കാണിച്ചു തരാന്ന്. ഇവിടെ നല്ല നല്ല ഇതുണ്ടേ. ഇവനെന്താ ഇത്ര നീളം? പട്ടായ നല്ല മാർക്കറ്റിംഗ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് പക്ക മാനേജേഴ്സിൻ്റെ കണക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട്. അതെന്ത് സാധനം മറ്റേ വലിക്കുന്നല്ലേ? നല്ല നല്ല തൊപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊളി ഓണാ മോനെ, ഫുൾ ഓൺ. ചേച്ചിമാർ ഗൈസ്, നല്ല ചേച്ചിമാരുണ്ട് ഇവിടെ. ഇത് തീരാതെ, ഈ സ്ട്രീറ്റ് തീരാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ നടന്ന് നോക്കായിരുന്നു മൊത്തമായി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി പോലീസ് ഉണ്ടോ? ആ ശരിയാ. നിതീഷിനാണ് ഒരുത്തം അവിടെ ഇരിക്കുന്നത്. നിന്റെ ആണ് കാണിച്ചു തരാം. ആ അവിടെ ഇരിക്കുന്ന കണ്ട കണ്ടോ ആ ചെറുക്കൻ? നിന്റെ ഒരു ചെറിയ കട്ടില്ല അവന്. ഉണ്ട്, ചെറിയ കട്ടുണ്ട്. ആര്? വിഷയാണോ ഇവള്? അഡ്വർടൈസ്മെന്റ് നിൽക്കുന്ന ഇവരൊക്കെ കേട്ടോ. ഫോട്ടോ എടുത്ത് ഇതിനൊക്കെ വെക്കും ഇവിടെ കാണാൻ കയറി കഴിഞ്ഞാലേ. മോനെ ഇവിടെ കാണാൻ വന്ന ഗൈസ്, നമ്മുടെ തായ്ലാൻഡ് പട്ടായിലെ നമ്മുടെ ഡിന്നറാണ്. നൂഡിൽസ്. ഇതെന്തോ നൂഡിൽസ് ആണോ? ഗ്ലാസ് നൂഡിൽസ്. അതായത് ഗൈസ് കണ്ടില്ലേ, അതാണ് ഈ നൂഡിൽസ് ഉണ്ടോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നത്. ഗ്ലാസ് നൂഡിൽസ് അതാണ്. സോ അതിൻ്റെ അത് കൊഞ്ചുണ്ട്, പിന്നെ ഒക്ടോബക്സ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്. ഓക്കെ, നമുക്കിത് വേണ്ട എങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഫുഡാണ്. സോ നല്ലോണം കഴിക്കുന്നുണ്ട്. നമുക്കത് കഴിച്ച് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിലും നമുക്കത് വയ്യ ഗൈസ്. നമ്മൾ വേറൊരു സലാഡ് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? സെറ്റ് കണവേ ഉണ്ടല്ലേ? ആ കൊഞ്ചുണ്ട് നൈസിന്. ഗൈസ് നമ്മളിതാണ് പറഞ്ഞത്, നമ്മൾ സലാഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതാണ് ഗൈസ് സലാഡ്. ഓക്കെ, സലാഡ് കഴിച്ച് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ കപ്പയ്ക്കയാണ്. കുത്തി വരുന്നില്ലല്ലോ പുല്ല്. കപ്പയ്ക്ക ഇത് കൊള്ളാം. കപ്പലേണ്ടി ഉണ്ട് ഇതിൻ്റെ അത്. നമുക്ക് ലെമൺ ടീ ഉണ്ട്. നമ്മളിത് കഴിക്കട്ടെ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല.
കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് തായ് ഫുഡ് ട്രൈ ചെയ്യുന്നത്. ഞാൻ കൂടുതലും മീറ്റ്സ് എടുക്കാതെ വെജിറ്റബിൾസിലോട്ട് പോയി. കാര്യം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും വെജിറ്റബിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കറിയാവുന്ന വെജിറ്റബിളാണ് ഇതെല്ലാം. സോസിൽ മുക്കി പിക്കിൾ പോലെ ഉണ്ട്. ഗുഡ് ഗുഡ്. പിന്നെ നമുക്ക് വേറെ സാധനം വന്നിട്ടുണ്ട്, മുട്ടച്ചോറും ചിക്കൻ തോരനും. അല്ലേ? ബീഫാണ്, ചിക്കൻ അല്ല, ബീഫ്. കഴിച്ചിട്ട് വരാം. ഈ സലാഡ് ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന കണക്കല്ല, മൊത്തം മുളകാ. ഞാൻ എരിഞ്ഞ് മരിച്ച്. എരി കുറയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കുറയ്ക്കാൻ പറഞ്ഞിട്ടാണ് ഗൈസ് ഇത്ര എരി. പാടാണ്. So spicy. Small. But this is quick. എനിക്ക് വേണ്ടി എരി കുറച്ചെന്നാണ് പറയുന്നത്, പക്ഷേ കുറഞ്ഞിട്ടില്ല ഗൈസ്. എരിയില്ലേ നമ്മൾ സ്പൈസി. വേണ്ട, ചോറ കഴിക്കുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല, എരിഞ്ഞ് ഞാൻ പൊളയും. ലെമൺ ടീ കുടിക്കാം നമുക്ക്, കുഴപ്പമില്ല. മൂതി ഇതെങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കഴിക്കണം. കപ്പലേറ്റൊക്കെ ഉണ്ട്. ഗായ്സ്, ഇതിൻ്റെ മുമ്പേ ഞാൻ കീഴടങ്ങി ഗായ്സ്, പറ്റുന്നില്ല. ഓ അത് വേണ്ട. ഇത് മറ്റേ കൊഞ്ച് പൊടിച്ചിട്ട് ഒരു വറുക്കുന്ന സാധനമാണ്. നൈസാണ്, ഞാൻ കഴിച്ചു നോക്കി. എല്ലാവരും നിർത്തിയിട്ടുണ്ട് ഗായ്സ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ഞണ്ട് കണ്ടില്ലേ, വെള്ള ഞണ്ട്. ഏകദേശം ഒരു 300-350 ഗ്രാം വരുന്നതാണ് ഞണ്ട്. ഓക്കെ, അതിവിടെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവായിട്ടുള്ള കൊഞ്ച് കണ്ടില്ലേ, കൊഞ്ചുണ്ട്. നമ്മുടെ അവിടുത്തെ കായലിലൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ കടലിൽ കിട്ടുന്ന അങ്ങനത്തുള്ള കോറ ഞണ്ടുണ്ട്. ഓക്കെ, അത് ജീവനോടെയാണ്. സോ അതുപോലെ തന്നെ മീനുണ്ട്. സോ ഇതെല്ലാം റെഡി ടു കുക്കാണ്. അപ്പോൾ ആരെങ്കിലും പറയുവാണെങ്കിൽ, ചൂണ്ടിക്കാണിച്ച് കൊടുക്കുവാണെങ്കിൽ, നമ്മുടെ അഴുകിയുണ്ട് ഗൈസ്. അമൂർ ഗൈസ്, ഇത് അമൂറാണ്. അമൂർ കണ്ടില്ലേ, അമൂറുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിനകത്തൊന്നും ഇല്ല. ആ ചെറുക്കൻ എന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഗൈസ് പോവട്ടെ. ഗൈസ്, ഇവിടെ ഫുള്ള് അണ്ടിപ്പരിപ്പ്, അത് ഇത് കപ്പലണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് കാണിക്കാനല്ല വന്നത് ഗൈസ്. നമുക്ക് നോക്കൂ, കണ്ടില്ലേ, പുൽച്ചാടി സാധനങ്ങൾ. തവള പുഴുണ്ട് ഗൈസ്. പിന്നെ ഇതുണ്ട്. എല്ലാത്തിനും 50. ഇത് 50 ബാത്ത്. ഓക്കെ, 50 ബാത്ത്. തേളിനൊക്കെ 150 ബാത്ത്. എനിക്കൊന്ന് ഒരു സെറ്റായിട്ട്. ഇത് പാമ്പുണ്ട് ഗൈസ്, പാമ്പുണ്ട്. തേളൊക്കെ സെറ്റ്, റെഡി ടു ഈറ്റ്. ഓക്കെ, ഇത് സെറ്റ് സാധനങ്ങളാണ്. അതുപോലെ തന്നെ വേണ്ടേ കുഞ്ഞി തവളയുണ്ട്. അതിൻ്റെ അകത്തുള്ളതൊന്നും ഇല്ല. കുഞ്ഞി തവളയുണ്ട്. അതുകൊണ്ട് ഇവിടെയുണ്ട്. കൊഞ്ചുണ്ട്. മറ്റേ ഉണ്ടപ്പുഴു ഉണ്ടല്ലോ, ഉണ്ടപ്പുഴു. ഇത് ഏതോ പുൽച്ചാടി പോലത്തുള്ള ഏതോ ഒരു സാധനമാണ്. അതിൻ്റെ തന്നെ ചെറുതുണ്ട്, അതിൻ്റെ ഏറ്റവും ചെറുതുണ്ട്, അതിൻ്റെ വെള്ളയുണ്ട്. സോ അതിന് ശേഷം നമുക്കിവിടെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ കാല്, ചിക്കൻ്റെ ഹൃദയം, തൊട കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസ്. അപ്പം ഇതാണ് ഇവിടുത്തെ ലോക്കൽ സ്ട്രീറ്റിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇല്ലടേ, ഒന്നാരൊക്കെ എറിയാറല്ലോ ഇവിടാടാ.
ഇന്നലെ രാത്രി വന്ന വാക്കിംഗ് സ്ട്രീറ്റ് ആണിത്, കണ്ടില്ലേ? ഇപ്പം നമ്മൾ മാത്രമേ നടക്കുന്നോളൂ, ഇവിടെ ആരുമില്ല. നമ്മൾ ഇത്രയ്ക്ക് സിമ്പിളാണ് രാവിലത്തെ ഇവിടുത്തെ വ്യൂ. നൈറ്റ് മാത്രമാണ് ഓപ്പൺ ആവുന്നത്, ജസ്റ്റ് ബിസിനസ് ഇല്ലേ, വേറെ പരിപാടിയൊന്നുമല്ല, ജസ്റ്റ് ബിസിനസ്. രാത്രി കച്ചവടമുണ്ട്, രാത്രി ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ രാവിലെ ഒന്നും ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. ആൾക്കാർ ജസ്റ്റ് വേറെ വേറെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഇന്നലെ എന്തൊക്കെയോ നടന്ന സ്ഥലങ്ങളാണെന്ന് കണ്ടാൽ പറയത്ത പോലുമില്ല, കണ്ടില്ലേ? അത്രയ്ക്കും ആരുമില്ല, വെറുതെ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രം എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും അടുത്ത ദിവസത്തെ വൈകുന്നേരത്തിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത യൂണിഫോം കയറാൻ പോയി എവിടോ. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത അല്ലേ, തറയിലൊക്കെ പെയിൻറ്റ്. ഇവിടെ അതിൻ്റെ നീളം फ्री एंट्री है भाई, एक बार देख वापस आना है, वापस आ सकते हैं। लड़की लेना है, लड़की बैठी है, आओ घूम के जाओ, आओ एक बार राउंड लगा लो भाई, देख के जाओ। इंडिया से नहीं है क्या भाई, चलो बोलो जरा। മേക്കപ്പിന് എന്തിനാ വന്നേന്ന് അവർ ചോദിക്കണം. മലയാളി ഉണ്ടോ? ഫ്രീ എൻട്രി, ഫ്രീ എൻട്രി. ഇന്ത്യക്കാരനല്ലേ, ബാക്കി അത് എനിക്ക് ആ പറയുന്നത് ഇഷ്ടപ്പെടാൻ